ഹായ് ഹലോ അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഒരു വൈകുന്നേരം ഒരു 4 അസറിനൊക്കെ ശേഷം വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 3 മാസമായിട്ട് എങ്ങോട്ടും പോവാറില്ലായിരുന്നു. അപ്പോൾ ഇക്കാൻ്റെ അസുഖമൊക്കെ കുറച്ച് ഭേദമായി. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, എല്ലാവരും ദുആ കൊണ്ടും നമ്മുടെ അസുഖം ഇൻഷാ അല്ലാഹ് 90% ഓക്കെയാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും അല്ലാഹു തആല അതിനൊരു പ്രതിഫലം തരും. ആമീൻ. കണ്ണീൻ്റെ അസുഖമൊക്കെ കുറേ പകുതിയിൽ മുക്കാലും റെഡി ആയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഒരുപാട് ആൾക്കാർ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പറയും, എപ്പോഴും ലൈവ് ഇടുമ്പോഴും വീഡിയോയിൽ കമൻ്റൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ എല്ലാവരും ദുആ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കയ്യിൻ്റെ ഒരു കൈയിൻ്റെ മുട്ടിനുള്ളൊരു വേദന, പിന്നെ കഴുത്തിൻ്റെ ഷോൾഡറിന് തേയ്മാനം, ഡിസ്കിന്. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഒക്കെ റെഡിയാവും. അതിന് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ എൻ്റെ വീട്ടിൽ പോവുകയാണ്. 3 മാസമായി വന്നിട്ട്. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ പോയി വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉമ്മ കുറേ ദിവസമായി അവിടെ നിന്ന് വിളിക്കണം. ഇപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ വീട് കൂട്ടായി പടിഞ്ഞാറക്കര ആ ഭാഗത്താണ്. അഴിമുഖം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല, ആ ഒരു ഭാഗത്താണ് എൻ്റെ വീട്. ദിൽമോൻ ഉണ്ടായിരുന്നു. അപ്പോൾ ദിൽമോൻ എന്ന് പറഞ്ഞ മോനാണ് കേട്ടോ. ആദിൽ എന്നാണ് പേര്, ദിൽമോൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ദിൽമോൻ അവൻ്റെ ഫ്രണ്ട്സുകളും കൂടി നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ ഉപ്പാൻ്റെ കബറിങ്ങലൊക്കെ പോകണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ നേരത്തെ പോയത്. അവൻ്റെ ഫ്രണ്ട്സുകളും കൂടി പോയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഉമ്മച്ചിയൊക്കെ അങ്ങോട്ട് പോരെ, ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ്. അങ്ങനെ ആലിങ്ങൽ കഴിഞ്ഞ് മംഗലം കഴിഞ്ഞ് ആലിങ്ങൽ മംഗലം ആ വഴിയാണ് നമ്മൾ പോവാറ് കേട്ടോ. ഇപ്പോൾ കൂട്ടായി പാലം അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ നമ്മളവിടെ ഒരു കാവിലക്കാട് നമ്മളെ നായരുതോട് പാലം പണി നടക്കുന്നുണ്ട്. ഏകദേശം പണിയൊക്കെ കഴിയാറായിട്ടുണ്ട്. ആ ഒരു പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ കൂട്ടായി ഭാഗത്ത് കൂടി വരേണ്ട. കാവിലക്കാട് നിന്ന് അങ്ങനെ നായരുതോട് പാലം അങ്ങനെ കയറിയ നമ്മളെ വീട് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കൂട്ടായി പാലം കഴിഞ്ഞപ്പോൾ കൂട്ടായി അങ്ങാടിയിലെത്തിയിട്ടുണ്ട്. ഈ കൂട്ടായി അങ്ങാടിയിലാണ് നമ്മളെ തറവാട് ഉണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ തറവാട്ടിൽ ആരുമില്ല. തറവാടൊക്കെ ഇപ്പോൾ അവിടെ വല്യമ്മ ഉപ്പാൻ്റെ ഉമ്മയൊക്കെ മരിച്ചതിന് ശേഷം അവിടെ ഇപ്പോൾ അമ്മായികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല അവിടെ. പിന്നെ അവിടെയൊക്കെ അങ്ങനെ വിറ്റ് അങ്ങനെ ഇപ്പോൾ കുറച്ച് മുന്നേ ആയിട്ട് ഇപ്പോൾ ഒരു വർഷം 2 വർഷം അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. ഇപ്പോൾ അവിടെയൊക്കെ വിറ്റല്ലത് ഒഴിവാക്കിയിട്ടോ. പിന്നെ ഞാനും എൻ്റെ അനിയനും ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ നമ്മൾ അവിടുന്ന് കൂട്ടായിൽ നിന്ന് പോന്നിട്ട് നമ്മൾ പടിഞ്ഞാറക്കര വീട് വെച്ചിട്ടുണ്ടായിരുന്നു. വീട് വെച്ചിട്ട് പിന്നെ അവിടെ ഇരുന്ന് താമസം. എന്നാലും ഞാനൊരു 4ാം ക്ലാസ് വരെ കൂട്ടായിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെയാണ് നമ്മൾ പടിഞ്ഞാറക്കര വന്നിട്ട് പിന്നെ പടിഞ്ഞാറക്കര സ്കൂളിലൊക്കെ എന്നെ ചേർത്തത്. അതുപോലെ അനിയനും അങ്ങനെ തന്നെ ആയിരുന്നു. ബാബു അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ ജെസ്സി പിന്നെ അന്നൊക്കെ ചെറിയ കുട്ടിയായിരുന്നു. കൂട്ടായിലാവുമ്പോഴൊക്കെ ജെസ്സി ചെറിയ കുട്ടിയാണ്. പിന്നെ ജെസ്സി പഠിച്ചതൊക്കെ നമ്മളെ പടിഞ്ഞാറക്കര സ്കൂളിലും പിന്നെ കൂട്ടായി വാടിക്കൽ സ്കൂളിലും അങ്ങനെയൊക്കെ ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കൂട്ടായിലേക്ക് പോകുന്നിടത്ത് കുറേ പള്ളികളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ജാറാണ്. ഈ ഒരു ഭാഗത്താണ് നെച്ചിക്കാട്ടിലെ ഔലിയാൻ്റെ ജാറുള്ളത്. ആ ജാറ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുന്ന പള്ളിയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പള്ളികളുണ്ട്. അങ്ങനെ കുറേ പള്ളികളുണ്ട് നമ്മളെ കൂട്ടായിൽ കേട്ടോ. മാഷാ അല്ലാഹ്. എന്താ പറയുക, പിന്നെ ഇവിടെ തന്നെയാണ് ഞാൻ പഠിച്ച സ്കൂളൊക്കെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. മൗലാന സ്കൂളിൽ ഈ ഒരു ഇതാണ് സ്കൂൾ കേട്ടോ. ഞാനിവിടെയാണ് 8 മുതൽ 10 വരെ ഈ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ 4 മുതൽ കൂട്ടായിയിൽ ഞാൻ പറഞ്ഞില്ല, ചെറുപ്പത്തിൽ കൂട്ടായിലായിരുന്നു. അവിടെ 4 വരെ അവിടെ പഠിച്ച് പിന്നെ 4ാം ക്ലാസ്സിൽ നിന്ന് വന്നിട്ട് പിന്നെ 7 വരെ പഠിച്ചത് നമ്മളെ പടിഞ്ഞാറക്കര സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ റോഡൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല 4 വരി പാത അങ്ങനെ എന്തൊക്കെയായിട്ട് നല്ല വീതിയുള്ള നല്ല റോഡും പിന്നെ റബ്ബറൈസിങ് അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ നല്ല റോഡാണ്. എത്ര വണ്ടികൾക്കും വേണ്ടി പോവാൻ നല്ല സ്പീഡിലൊക്കെ പോവുകയാണെങ്കിലൊക്കെ ഒരുപാട് അപകടങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ഈ ഒരു ദിവസം നമ്മളവിടെ ഒരു ബൈക്ക് ആക്സിഡൻ്റായിട്ട് 2 ആൾ മരണപ്പെട്ടു കേട്ടോ. നമ്മൾ അറിയണവർ തന്നെയാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ കുറച്ച് ആ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മൾ ചെറുപ്പം മുതലേ കാണുന്നവരൊക്കെ തന്നെയാണ് മരണപ്പെട്ട് നമ്മളെ ഫ്രണ്ട്സുകൾ തന്നെയാണ്.
അപ്പോൾ അതാണ് റോഡൊക്കെ നല്ല റോഡൊക്കെ ആകുമ്പോൾ എല്ലാവരും നല്ല സ്പീഡിലൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ ജീവനും മറ്റുള്ളവരുടെ ജീവനും ഒക്കെ വലുതാണ്. അപ്പോൾ എല്ലാവരും വേഗത കുറച്ച് സാവധാനം പോകണം. എത്ര നല്ല റോഡാണെങ്കിലും ഒന്ന് പതുക്കെ പോയാൽ മതി. നമ്മൾ പോകണതിൻ്റെ മുന്നേ, എവിടേക്ക് പോകണില്ല, ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 10 മിനിറ്റ് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാളും ആ ഒരു ടൈമിൽ മുന്നേ ആയിട്ടൊക്കെ അവിടെ നമ്മൾ വിചാരിച്ചിടത്ത് എത്തും. ഇപ്പോൾ ഇതാ നമ്മൾ പാലം പറഞ്ഞില്ല, ആ പാലം കാണാൻ പോവുകയാണ്. നായരതോട് പാലം നമ്മളെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് അതൊന്ന് കാണാൻ പോവുകയാണ്. പാലത്തിൻ്റെ പണി പകുതി മുക്കാലും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ പാലത്തുമ്പിലേക്ക് അങ്ങോട്ട് കടത്തിയില്ല കേട്ടോ. ഞങ്ങൾ ഒന്ന് കയറാൻ നോക്കി, അപ്പോഴത്തേനും അവിടെ അതിൻ്റെ പണിക്കാർ വന്നിട്ട് അങ്ങോട്ട് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ പാലം ഇങ്ങനെ അവിടെ കാണുമ്പോൾ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ 2-3 ചെക്കന്മാർ വരുന്നുണ്ടായിരുന്നിട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിൽമോനെ പോലെ ആ വരുന്ന ചെക്കനിലെ, അതിനെ കാണുമ്പോൾ ദിൽമോനെ പോലെ എന്ന് പറഞ്ഞ്. പക്ഷേ ദിൽമോനും അവൻ്റെ ഫ്രണ്ട്സുകൾ വന്നിരുന്നത്. അപ്പോൾ അവരും ഇതുപോലെ അഴിമുഖത്തൊക്കെ പോയി. പിന്നെ ഉപ്പാൻ്റെ ഖബറിന് പോയതിന് ശേഷമാണ് അവർ അവിടെ ദുആക്കെ കഴിഞ്ഞിട്ട് പിന്നെ അഴിമുഖത്ത് പോയി തിരിച്ച് വരുമ്പോഴാണ് അവർ ഈ പാലം കൂടി കാണാൻ ദിൽമോനും അവൻ്റെ ഫ്രണ്ട്സുകളും കൂടി വന്നത്. അപ്പോൾ അവരും ഞങ്ങളും കൂടി പിന്നെ അവിടെ പാലൊക്കെ ഒന്ന് കണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന്. ഏതായാലും ആ പാലത്തിൻ്റെ പണി കഴിഞ്ഞ ഉദ്ഘാടനം കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ നല്ല എളുപ്പമാണ്. ഇപ്പോൾ ഇതാ വീട്ടിലെത്തി ഉമ്മ ഇവിടെ വൈകുന്നേരത്തിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. ചിക്കൻ പൊരിച്ചിരുന്നു, ചിക്കൻ കറി വെച്ചിരുന്നു. അപ്പോൾ ഒരു കോഴി എൻ്റെ ഇപ്പോഴുള്ള ടൈമിൽ, എൻ്റെ ഇപ്പോൾ ഉള്ളപ്പോൾ തന്നെ, ഇപ്പം എൻ്റെ ആങ്ങളയാണെങ്കിലും പറയുമ്പോൾ എന്താ പറയുക, ചങ്ക് വേദനയാണ്, പറയാൻ പറ്റണില്ല. ആങ്ങളൊക്കെ ആണെങ്കിലും ഇവിടെ ഇക്കാക്കാണെങ്കിലും അവർ വരുന്നതിന് മുന്നേ ചേക്കോഴീനെ വളർത്തിട്ടാ. എന്നിട്ട് ഇത് അവർ വരുമ്പോൾ അവർ വന്നാൽ അങ്ങനെ അറുത്തിട്ട് അങ്ങനെ കറിയൊക്കെ വെച്ചിട്ട് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യട്ടാ. കോഴിക്കാലൊക്കെ അങ്ങനെ കൊടുക്കും. അപ്പോൾ അത് ഉമ്മ പിന്നെ മുടക്കിയിട്ടില്ല. ഉമ്മ ഇതുപോലെ ഒരു കോഴീനെ വളർത്തിയിരുന്നു. അപ്പോൾ ഉമ്മ ഇക്കാൻ്റെ അസുഖം മാറിയിട്ട് എന്നാണ്, അപ്പോൾ അന്ന് വരുന്ന അന്ന് ആ കോഴീനെ നമ്മൾക്ക് അറക്കുക, കറി വെക്കാന്നൊക്കെ പറഞ്ഞു തരുന്നു. മാസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കണേ. ഉണ്ടാക്കിയ ഫുഡും ഒക്കെ കഴിക്കാൻ അങ്ങനെ എനിക്ക് ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കലുണ്ടായിരുന്നു. അനിയത്തിയൊക്കെ വന്ന് പോകുമ്പോൾ അവളേക്ക് അമ്മ മീൻ പൊരിച്ചതും മീൻ കറിയും ഉപ്പേരിയും ഒക്കെ കൊടുത്തയക്കാറുണ്ടായിരുന്നു. നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ അല്ലേ നമ്മളെ ഉമ്മാരുടെ അടുത്തൊക്കെ വന്ന് കഴിക്കാൻ. ഉമ്മാർ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് സ്നേഹത്തോടെ വെച്ചുണ്ടാക്കിയിട്ട് സ്നേഹത്തോടെ നമുക്ക് തരുന്ന ഒരു ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഇത് തന്നെ. കുറേ ഒക്കെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഉമ്മാൻ്റെ ഫുഡ് കഴിക്കാനൊരു പൂതി തന്നെയാണ്. അപ്പോൾ പിന്നെ വേഗം ഒന്ന് ഓടി വരുവിന്. ഇപ്പോൾ കുറേ ആയിട്ട് ഇക്ക വന്നതിന് ശേഷം 2-3 മാസമായിട്ട് വരാൻ പറ്റിയിട്ടില്ലേന്ന്. അപ്പോൾ ഇന്ന് വരുന്നുള്ളൂ. അപ്പം ഉമ്മ ഇവിടെ പത്തിരിയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പത്തിരിയും പൊറാട്ടയും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് അവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിയ ചിക്കനുണ്ട്. നമ്മൾ അവിടെ വീട്ടിലുള്ള കോഴീനെ അറുത്ത കറിയാണ്, വേറെ ഒരു കറി അതിലുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പറഞ്ഞു ചെയ്ത് അങ്ങനെ പത്തിരിയും പൊറാട്ടയും അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച്. അപ്പോൾ ഇതിന് ദിൽമോ കഴിക്കാൻ നിന്നിട്ടില്ലേണ്ട. ദിൽമോ പിന്നെ വേഗം പോയി. ദിൽമോന് അവൻ്റെ ഒരു 2 ഫ്രണ്ട്സുകളുണ്ടായിരുന്നു കൂടെ. അതിലത്തെ ഒരു ഫ്രണ്ടിന് അർജൻറ്റായിട്ട് എന്തോ വേഗം നാട്ടിലേക്ക് എത്തണം എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ കഴിക്കാൻ നിന്നില്ല, വേഗം പോന്നു. പിന്നെ ദിൽമോനക്ക് ഞാൻ വരുമ്പോൾ കൊണ്ടുവരികയാണ് ചെയ്തത്. ഇപ്പോൾ അത് വലത് കൈകൊണ്ട് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. നമ്മളെ മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ നമ്മളെ ഫ്രണ്ട്സുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇടത് കൈകൊണ്ടാണോ കഴിക്കുന്നത്, വലത് കൈകൊണ്ടാണ്. ഫ്രണ്ട് ക്യാമറ അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് അതങ്ങനെ തോന്നുകയാണ് കേട്ടോ. വലത് കൈകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഉമ്മ ഞങ്ങളെ കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പൊറാട്ടയും പത്തിരിയൊക്കെയാണ് ഞാനും എടുത്ത് കഴിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഒരു ദിവസം നിന്നിട്ട് പോവുകയാണെങ്കിൽ അത്ര ഒരു സങ്കടം ഉണ്ടാവില്ലേന്ന്. ഇത് വന്ന് അപ്പം തന്നെ ഒരു അരമണിക്കൂർ അത്രയൊക്കെ നിന്നിട്ടുണ്ടാവുള്ളൂ. വേഗം പോയും ചെയ്യും, തിരിച്ചു പോകും നിൽക്കണം. ഇപ്പോൾ ഇവിടെ ഉമ്മ ഉണ്ടായിരുന്നു. അപ്പം ഉമ്മാനെ അങ്ങനെ ഒറ്റക്കാക്കി പോയതല്ല. അനിയന്മാർ അവർ അവിടെ വന്ന് ഇരിക്കണുണ്ടായിരുന്നു, അനിയത്തിയൊക്കെ. അപ്പോൾ ജെസ്സി വന്നിട്ടില്ലേന്ന് കേട്ടോ. ജെസ്സിക്ക് അന്ന് സ്കൂളുണ്ടായിരുന്നു. പിന്നെ അവൾ റോഡൊക്കെ മോശമാണ്, ഞാൻ വരുന്നില്ല എന്നിട്ട് അവൾ വന്നില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അവരൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.